അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ബ്രഹ്മോവാച നിർഗുണസ്യ മുനേരൂപം ന ഭവേൽ ദൃഷ്ടിഗോചരം ദൃശ്യം ച നശ്വരം യസ്മാദരൂപം ദൃശ്യത്തെ കഥം. നിർഗുണാ ദുർഗമാ ശക്തിർ നിർഗുണശ്ച തഥാ പുമാൻ ജ്ഞാനഗമ്യൗ മുനീനാം തു ഭാവനീയൗ തഥാ പുനാ. അനാദിനിധനോ വിദ്ധി സദാ പ്രകൃതിപൂരുഷൗ വിശ്വാസേനാഭിഗമ്യൗ തൗ നാവിശ്വാസേന കർഹിചിൽ. ചൈതന്യം സർവഭൂതേഷു യത്തദ്വിദ്ധി പരാത്മകം തേജ സർവത്രഗം നിത്യം നാനാഭാവേഷു നാരദ. തം ച താം ച മഹാഭാഗ വ്യാപകൗ വിദ്ധി സർവഗൗ താഭ്യാം വിഹീനം സംസാരേ ന കിഞ്ചിത് വസ്തു വിദ്യത്തെ. തൗ വിചിന്യാൗ സദാ ദേഹേ മിശ്രീഭൂതൗ സദാ വ്യയൗ ഏകരൂപൗ ചിദാത്മാനൗ നിർഗുണൗ നിർമ്മലാവുഭൗ. യാ ശക്തി പരമാത്മാസൗ സായോസൗ പരമാമത. അന്തരം നൈതയോ കോപി സൂക്ഷ്മം വേദ ച നാരദ.
അധീത്യ സർവശാസ്ത്രാണി വേദാൻ സാംഗാംശ്ച നാരദ ന ജാനാതി തയോ സൂക്ഷ്മമന്തരം വിരതിം വിനാ അഹങ്കാരകൃതം സർവം വിശ്വം സ്ഥാവരജംഗമം കഥം തദ്രഹിതം പുത്ര ഭവേൽ കൽപ്പശതൈരപി നിർഗുണം സഗുണപുത്ര കഥം പശ്യതി ചക്ഷുഷാ സഗുണം ച മഹാബുദ്ധേ ചേതസാ സംവിചാരയ പിത്തേനാച്ഛാദിതാ ജിഹ്വൗ ചക്ഷുശ്ച മുനിസത്തമാ കടുപിത്തം വിജാനാതി രസം രൂപം ന തത്തഥാ ഗുണൈഃ സമാവൃതം ചേതാ കഥം ജാനാതി നിർഗുണം അഹങ്കാരോദ്ഭവം തച്ച തദ്വിഹീനം കഥം ഭവേൽ യാവന്ന ഗുണവിച്ഛേദസ്താവത് തദ്ദർശനം കുതാ തം പശ്യതി തദാ ചിത്തേ യദാഹങ്കാരവർജിത. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 7-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇടത്തിൽ നതോന്നതാവൃത്തത്തിൽ എഴുതി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ആലാപനം ചെയ്ത് സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, നിർഗുണന്റെ രൂപം ദൃഷ്ടിഗോചരമാകുകയില്ല, ദൃശ്യമെല്ലാം നശ്വരം, അരൂപം കാണില്ല. നിർഗുണശക്തിയെ പുരുഷനെ അറിയാൻ പ്രയാസം, മുനിമാർക്കു ഭാവനയാൽ ഇതുവറിയാം. ആദ്യന്തമില്ലാത്തവർ താൻ പ്രകൃതിയും പുരുഷനും, അവരെ അറിയാം വിശ്വാസത്തിനാൽ മാത്രം. സർവഭൂതങ്ങളിലായി നാനാഭാവത്തിൽ നിറഞ്ഞ ചൈതന്യമതെല്ലാം തന്നെ പുരുഷൻ്റേത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എവിടെയും നിറഞ്ഞു നിൽക്കുന്നു ഇതു രണ്ടും മുനി, അവരെ കൂടാതെയൊരു വസ്തുവുമില്ല. പ്രാണികളിൽ ഇവർ നാശമില്ലാതെ ഇരുന്നിടുന്നു, ഏകമായി നിർഗുണരായി നിർമ്മലരായി. ശക്തി തന്നെ പുരുഷനും മറിച്ചും അങ്ങിനെ തന്നെ, ഇവരുടെ സൂക്ഷ്മഭേദം അറിയുന്നില്ല. സർവശാസ്ത്രം വേദം പിന്നെ വേദാംഗവും പഠിച്ചാലും, വൈരാഗ്യമില്ലാതെ ഭേദം അറിയുകില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അഹങ്കാരകൽപ്പിതം ജഗത്തെന്നുമറിയുക, 100 കൽപ്പം കഴിഞ്ഞാലും ഇല്ലാതാകുമോ? സഗുണനു നിർഗുണനെ കണ്ണുകളാൽ കാണാനാമോ? സഗുണനെ തന്നെ മനസ്സാലെ ചിന്തിക്കൂ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പിത്തം വന്ന നാവും കണ്ണും എരിവുരസവും മഞ്ഞ നിറവും യഥായോഗ്യം അറിയുന്നില്ലല്ലോ. ഗുണങ്ങൾ നിറഞ്ഞ മനം നിർഗുണത്തെ അറിയുമോ? അഹങ്കാരജന്യ മനം നിർഗുണമാമോ? ഗുണങ്ങൾ നശിച്ചിടാതെ പുരുഷനെ കാണാനാകാം. അഹങ്കാരം നശിച്ചാലോ കാണാം മനസ്സിൽ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ നാരായണ അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 194 ദിവസം. തൃതീയസ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 21-ാമത്തെ ശ്ലോകം വരെ ആ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ വാക്കുകളാണ്. നാരദ മഹർഷി സഗുണ നിർഗുണ ഭാവങ്ങളെക്കുറിച്ച് അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ കാണുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, നിർഗുണസ്യ മുനേ രൂപം ന ഭവേ ദൃഷ്ടിഗോചരം. ഹേ നാരദ മഹർഷിയെ, നിർഗുണന്റെ രൂപം ദൃഷ്ടിഗോചരമല്ല. കാരണം ദൃശ്യമായത് മുഴുവൻ നശ്വരമാണ്. നിർഗുണനോ രൂപമില്ലാത്തതിനെ എങ്ങനെയാ കാണാൻ സാധിക്കുക? ദൃശ്യം ച നശ്വരം യസ്മാത് അരൂപം ദൃശ്യതേ കഥം. ഒരു രൂപമില്ലെങ്കിൽ എങ്ങനെ അതിനെ കാണാൻ സാധിക്കും? അപ്പൊ നിർഗുണവും നിർഗുണ ദുർഗമാ ശക്തിർ നിർഗുണശ്ച തഥാ പുമാൻ.
അപ്പോൾ നിർഗുണശക്തിയെ അറിയാൻ വിഷമമാണ്. നിർഗുണനായിരിക്കുന്ന പരമപുരുഷനെയും അറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജ്ഞാനഗമ്യോ മുനീനാന്തു ഭാവനീയോ തഥാപുന. മുനിമാർക്ക് ജ്ഞാനം കൊണ്ട് ഇരുവരെയും അറിയാൻ സാധിക്കും. അങ്ങനെ പിന്നെ ഭാവന ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അനാദിനിധനോ വിദ്ധി സദാ പ്രകൃതി പുരുഷവും. ആദ്യന്തമില്ലാത്തവരാണ് പ്രകൃതി പുരുഷന്മാര് എന്ന് വിദ്ധി അറിയണം. വിശ്വാസേനാഭിഗമ്യൗതൗ. വിശ്വാസം കൊണ്ടാണ് ഈ ശക്തിയെയും പുരുഷനെയും പ്രകൃതി പുരുഷന്മാരെ പ്രാപിക്കാൻ കഴിയുന്നത്. ഒരിക്കലും അവിശ്വാസം കൊണ്ട് സാധിക്കില്ല. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഈ ചൈതന്യത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചൈതന്യം സർവഭൂതേഷു യത്തദ്വിദ്ധി പരാത്മകം തേജ സർവത്രകം നിത്യം നാനാഭാവേഷു നാരദ. ഹേ നാരദ, സർവഭൂതങ്ങളിലും സർവഭൂതരാശികളിലും പലതരത്തിൽ പല രൂപത്തിൽ നാനാഭാവങ്ങളിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്ന നിത്യ ചൈതന്യ പ്രകാശം അത് പരമപുരുഷൻ്റെതാണ് എന്ന് ഉറപ്പിക്കുക. അതറിഞ്ഞോളൂ. തംച താംച മഹാഭാഗ വ്യാപകവും വിദ്ധി സർവകവും. പിന്നെ ഹേ മഹാഭാഗ്യവനായിരിക്കുന്ന നാരദ, എവിടെയും തിങ്ങി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും വ്യാപിച്ചവരാണ് പുരുഷനും തംച താംച രണ്ടു പറയും, പുരുഷനും പ്രകൃതിയും. അവരെ കൂടാതെ താഭ്യാം വിഹീനം സംസാരേ ന കിഞ്ചിത് വസ്തു വിദ്യത്തെ. അവരെ കൂടാതെ ഈ സംസാരത്തിൽ മറ്റൊരു വസ്തുവില്ല. ഇപ്പൊ സകലത്തിലും ഈ പുരുഷനും പ്രകൃതിയുമുണ്ട്, ശക്തിയും അതേപോലെ തന്നെ പരമപുരുഷനുമുണ്ട് എന്ന് മനസ്സിലാക്കൂ. തൗ വിചിന്യൗ സദാ ദേഹേ മിശ്രീഭൂതൗ സദാവ്യയൗ ഏകരൂപൗ ചിദാത്മാനൗ നിർഗുണൗ നിർമ്മലാവുഭൗ. അപ്പൊ ഈ സകല ചരാചരങ്ങളിലും പ്രാണിശരീരങ്ങളിൽ എന്നും ഇരുവരും എങ്ങനെ നിൽക്കണു? അവ്യയമായി നാശമില്ലാത്ത തരത്തിൽ കൂടിക്കലർന്നിരിക്കണു. മിശ്രീഭൂതവും ചേർന്നിരിക്കണു. ഏകരൂപവും ചിദാത്മാനവും ഏകരൂപത്തിലായവരും ചിദാത്മാക്കളും നിർഗുണരും നിർമ്മലന്മാരുമാണ് ഇരുവരും. ഏകരൂപം തന്നെയാണ്. ഏകരൂപവും ചിദാത്മാനവും നിർഗുണവും നിർമ്മലാവുഭൗ രണ്ടുപേരും അങ്ങനെയാണ്. യാ ശക്തി പരമാത്മാസൗ സായോസൗ പരമാമത അന്തരം നൈതയോകോപി സൂക്ഷ്മം വേദച നാരദ. അപ്പൊ ഏതിനെയാണോ ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവ് ആരാണോ അത് തന്നെയാണ് പരമമായ ശക്തിയും. അപ്പം അതുകൊണ്ട് അവർ തമ്മിലുള്ള സൂക്ഷ്മമായ ഭേദമുണ്ട്, പക്ഷെ അതിനെ ആരും അറിയുന്നില്ല. അധീത്യ സർവശാസ്ത്രാണി വേദാൻ സാംഗാശ്ച നാരദ ന ജാനാതി തയോ സൂക്ഷ്മമന്തരം വിരതിം വിന. സർവശാസ്ത്രങ്ങളും വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ചാലും ഇരുവരും തമ്മിലുള്ള ആ ഭേദം അറിയണമെങ്കിൽ എന്ത് വേണം? അത് ആ വൈരാഗ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. വിരതിം വിന, വൈരാഗ്യമില്ലാതെ ഇതിനെ ഈ സൂക്ഷ്മ ഭേദത്തെ അറിയാനായിട്ട് സാധിക്കില്ല. അഹങ്കാരകൃതം സർവം വിശ്വം സ്ഥാവരജംഗമം കഥം തദ്രഹിതം പുത്ര ഭവേൽ കൽപ്പശതൈരപി. അഹങ്കാരകൽപ്പിതമാണ് സ്ഥാവരജംഗമാത്മകമായിരിക്കുന്ന ഈ ലോകം മുഴുവൻ. അപ്പൊ 100 കൽപ്പം കഴിഞ്ഞാലും അത് ഇല്ലാതെയാവില്ല. എങ്ങനെയാണ് ഇല്ലാതെയായി തീരുക? കഥം തദ്രഹിതം പുത്ര ഭവേൽ കൽപ്പശതൈരപി. 100 കൽപ്പങ്ങൾ കഴിഞ്ഞാലും നിർഗുണം സഗുണ പുത്ര കഥം പശ്യതി ചക്ഷുഷ സഗുണം ച മഹാബുദ്ധേ ചേതസ സംവിചാരയ. എന്നിട്ട് പറയാണ് ഇവിടെ സഗുണൻ നിർഗുണനെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് എങ്ങനെ? നിർഗുണന് രൂപമില്ല, അതുകൊണ്ട് തന്നെ കാണാനാവില്ല എന്ന് പറഞ്ഞു നേരത്തെ. അപ്പൊ സഗുണനെ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. സഗുണമായ മനസ്സുകൊണ്ട് നിർഗുണത്തെ ചിന്തിക്കാൻ പ്രയാസമാണ്.
അപ്പൊ സഗുണമായ മനസ്സുകൊണ്ട് സഗുണഭാവത്തെ തന്നെ ചിന്തിക്കുകയാണ് വേണ്ടത്. പിത്തേന ആച്ഛാദിത ജിഹ്വ, പിത്തം ബാധിച്ച നാവും, ചക്ഷുശ്ച കണ്ണുകളും, ഹേ മുനിശ്രേഷ്ഠ, അല്ലയോ നാരദ, കടുപിത്തം വിജാനാദി രസം രൂപം ന തത്തഥ, എരിവ് രസവും അതേപോലെ തന്നെ മഞ്ഞ നിറവും വെണ്ട പോലെ അറിയുന്നില്ല പിത്തം വന്നു കഴിഞ്ഞാൽ, അല്ലേ? ഗുണൈ സമാവൃതം ചേത കഥം ജാനാതി നിർഗുണം, അതേപോലെ തന്നെ ഗുണങ്ങൾ വ്യാപിച്ചിരിക്കുന്ന മനസ്സിൽ എങ്ങനെയാണ് നിർഗുണഭാവത്തെ അറിയാൻ സാധിക്കുക? അഹങ്കാരോദ്ഭവം തച്ച തദ്വിഹീനം കഥം ഭവേൽ, അഹങ്കാരത്തിൽ നിന്ന് ജനിച്ച മനസ്സ് ഗുണങ്ങളില്ലാത്തതായിരിക്കുമോ? അങ്ങനെയല്ല, ഗുണങ്ങളുണ്ടാവും. അപ്പൊ ആ ഗുണത്തിൽ നിൽക്കുന്ന സഗുണമായിരിക്കുന്ന ഭാവത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിർഗുണമായ ഭാവത്തെ അതിനെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കുക? യാവന്ന ഗുണവിച്ഛേദ സ്ഥാവത്തദർശനം കുത തം പശ്യതി തഥാ ചിത്തെ യഥാഹങ്കാരവർജിത. അപ്പൊ ഗുണങ്ങൾ പൂർണ്ണമായി നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ പരമപുരുഷനെ എങ്ങനെ ദർശിക്കാനായിട്ട് സാധിക്കും? ഇപ്പൊ ഗുണങ്ങൾ നശിക്കണം, അപ്പോഴേ നിർഗുണഭാവത്തെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴാണോ അഹങ്കാരം തീരെ നശിക്കുന്നത്, അപ്പോൾ ആ പരമപുരുഷനെ മനസ്സുകൊണ്ട് ദർശിക്കാൻ സാധിക്കും. കേവലം മാംസചക്ഷുസ് കൊണ്ടല്ല നിർഗുണഭാവത്തെ അറിയുക, കാണാൻ സാധിക്കുക, മറിച്ച് ഈ അകക്കണ്ണുകൊണ്ടാണ്, ആന്തരികമായ ചക്ഷുസ് കൊണ്ടാണ് എന്ന് ബ്രഹ്മാവ് ഉപദേശിക്കണം. ആ ബ്രഹ്മാവിൻ്റെ വാക്കുകളിൽ തൃപ്തി വരാതെ വീണ്ടും ചോദിക്കുകയാണ് നാരദൻ. ആ നാരദന്റെ ചോദ്യവും അതിന് ബ്രഹ്മാവ് നൽകുന്ന ഉത്തരവുമാണ് നമുക്ക് നാളെ 22ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങളിൽ കേൾക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.